നമസ്കാരം. വളരെ ഞെട്ടിക്കുന്ന പ്രമേയാണ് കാണുന്നത് അല്ലേ നമ്മൾ? വളരെ ഞെട്ടിക്കുന്ന പ്രമ. സത്യം പറഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന പ്രമകളിൽ ഒന്ന്. പണ്ട് സിജയെ അടിച്ചതായിരുന്നു അടുത്ത ഞെട്ടിക്കുന്ന ഒരു പ്രമയായിരുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു പ്രമയാണ്. രണ്ട് ഭാഗമായിട്ടാണ് ആ പ്രമ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ സത്യം പറഞ്ഞാൽ വളരെ സിവിയർ പെയിൻ അനുഭവിക്കുന്ന പൂജയാണ് കാണുന്നത്. അവൾക്ക് ബെഡിൽ നിന്ന് എണീക്കാനും പോലും പറ്റാത്ത ഒരു പൂജയാണ് നമുക്ക് കാണുന്നത്. അല്ല, അവള് അവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് എന്താ പറയുന്നത്, ഇങ്ങനെ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവൽ അത്രയ്ക്ക് നമ്മൾ ഈ തളർന്നു പോയ വ്യക്തികൾ കിടക്കില്ല, ഇങ്ങനെ ഒരു സൈഡ് തളർന്നു പോയ വ്യക്തികൾ കിടക്കുമ്പോൾ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഈ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ മല്ലടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അങ്ങനെ ഒരു സംഭവം നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. അത്രയ്ക്ക് പെയിൻ അനുഭവിക്കുന്ന പൂജയെ കാണുന്നു. ഈ പറഞ്ഞാൽ മുടിയൻ വന്ന് എന്ത് ചെയ്യുന്നു, ക്യാമറയെ നോക്കിക്കൊണ്ട് പറയുന്നു വളരെ പെയിനാണ് അനുഭവിക്കുന്നത്, എത്രയും പെട്ടെന്ന് പിന്നീട് മെഡിക്കൽ റൂമിലേക്ക് പോകണമെന്ന് പറയുന്നു. അതിനോടൊപ്പം അപ്പൊ തന്നെ കുറെ ആളുകൾ വരുന്നു, പൂജയെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നു. പൂജയെ സ്ട്രക്ചറിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. വളരെ സീരിയസ്, എനിക്കൊന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു എന്നാണ് നമുക്ക് അപ്പൊ അറിയാൻ സാധിക്കുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം വളരെ സീരിയസ് ആണ്. അത്രയ്ക്ക് ഉള്ള പെയിൻ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അത് ഒരു സൈഡിലിരിക്കട്ടെ. അടുത്ത പ്രമോ അതിനെക്കാട്ടി വലിയൊരു പ്രമോ. അടുത്ത ആ പ്രമോയുടെ രണ്ടാം ഭാഗം എന്താണ്? സിബിൻ ആകെക്കൂടി തകർന്ന് തരിപ്പണമായ സിബിനെ കാണുന്നത്. എനിക്ക് വയ്യ, കാരണം കരഞ്ഞ് ഏങ്ങലടിച്ച് സർവ്വ ഹോപ്പും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണാം. ഇതിനെല്ലാത്തിനും കാണാൻ നിങ്ങളാണ്, ഒരൊറ്റ ഒരുത്തനാണ്. ഇതെല്ലാത്തിനും കാണാൻ ലാലേട്ടൻ അടങ്ങുന്ന ഈ ക്രൂ മെമ്പേഴ്സാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിരപരാധിയെ ഇത്രമേൽ നിങ്ങൾ ക്രൂശിച്ചു. അവൻ പറയുന്നുണ്ട്, ഈ പറയുന്ന കൺഫഷൻ റൂമിൽ പോയിരുന്ന് പറയുന്നുണ്ട്, എന്റെ പഴയ ഡ്രാമകളെല്ലാം എനിക്ക് തിരിച്ചു വരുന്നു, പഴയ എന്റെ നഷ്ടപ്പെട്ടത് പോയ പഴയ എന്റെ വേദനകളൊക്കെ എനിക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്തും അനുഭവിക്കാനും തയ്യാറാണ്, എന്നെ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കൂ. അത്ര ദയനീയതയോടുകൂടി അവൻ കെഞ്ചയാണ്, കേഴുകയാണ്, കൈകൂപ്പി കേഴുകയാണ്, എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഒന്ന് പുറത്താക്കൂ എന്നുള്ള രീതി. ആ രീതിയിലേക്ക് അവനെ കൊണ്ടുവന്ന നിങ്ങളാണ്. നിങ്ങളുടെ തെണ്ടിത്തരമാണ് അതെല്ലാത്തിനും കാണും. ഒരാളെ ശിക്ഷിക്കുന്ന ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ ഷോയൊക്കെ വലുത് തന്നെ ആയിരിക്കാം, എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഒരാളെ മാനസികമായി തളർത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ഇന്നലെ ഒരുപാട് കൂടിപ്പോയി. ചിൽഡ്രൻ ഇന്നലെ ഒരു ദിവസം മൊത്തം, ഒരു എപ്പിസോഡ് മൊത്തം ഒരു ചെറിയൊരു കുറ്റത്തിന്, ഈ ബിഗ് ബോസിൽ ഉടനീളം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റത്തിനാണ് നിങ്ങൾ ഇമാതിരി ആ പുള്ളി എന്ത് ചെയ്തത്, ഹരാസ്മെന്റ് ചെയ്തത്. അത് ആർക്ക് വേണ്ടിയിട്ട്? ആ തണ്ടിക്ക് വേണ്ടിയിട്ട്, ആ ജാസ്മിന് വേണ്ടിയിട്ട്, ആ വൃത്തികേടുകളെല്ലാം അവിടെ കാണിച്ചു കൊടുക്കുന്ന ജാസ്മിന് വേണ്ടിയിട്ട്, ജാസ്മിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോയുടെ പിന്നീട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത തീക്കളിയായിരുന്നു അത്. ആ തീക്കളിയാണ് ഇപ്പം അനുഭവിക്കുന്നത് ആര്? സിബിൻ കണ്ടോ, തകർന്നു. ആ കൂടി തകർന്ന് തരിപ്പണമായി. ആ പുള്ളി ഇനി എങ്ങനെ ഗെയിം കളിക്കും? ആ ലെവലിൽ നിങ്ങൾ ആക്കിയിട്ടുണ്ട്. അമ്മാതിരിയാണ് അവൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് അത്രമേൽ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത്. ഇന്ന് ഉടനീളം ലാലേട്ടൻ വന്നപ്പോൾ തന്നെ അവന്റെ മുഖം ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഭയങ്കര ദേഷ്യത്തിലും എന്തോ ഒരു പ്രത്യേക അവന്റെ ചിരിയൊന്നും അവന്റെ മുഖത്ത് കണ്ടില്ല. ഒരു ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു പ്രത്യേക ഒന്നും കണ്ടില്ല. അപ്പൊ അമ്മാതിരി പൊട്ടി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സിബിയെ നമ്മൾ കണ്ടത്. പിന്നെ ഈ പറയുന്ന പൂജയുടെ കേസ് ഭയങ്കര സീരിയസ് എന്ന് അറിയുന്നത്. നല്ല സീരിയസിലാണ് പൂജ. ആ ലെവലിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഹോസ്പിറ്റലാണെന്ന് അറിയുന്നു. അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു പ്രമാണം വന്നിരിക്കുന്നത്. എന്താ ഇതിന്റെ ഡീറ്റെയിൽ എന്തായാലും ഞാൻ തിരക്കുന്നുണ്ട്. ഉടനെ ഇപ്പൊ കിട്ടുവാണെങ്കിൽ അരമണിക്കൂറിനകത്ത് ഞാൻ അതിനെക്കുറിച്ച് തിരക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ഡീറ്റെയിലുമായിട്ട് ഞാൻ വീണ്ടും വരും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.